സന്നിധാനത്ത് ഭക്തജന തിരക്ക് തുടരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം 91,333 പേരാണ് എത്തിയത്. സന്നിധാനത്ത് മകരവിളക്കിനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. പമ്പ മുതൽ കടുത്ത നിയന്ത്രണങ്ങളോടെയാണ് ഭക്തരെ സന്നിധാനത്തേക്ക് കടത്തിവിടുന്നത്. സന്നിധാനം മറ്റു പ്രഭാതത്തിലേക്ക് ഉണരുമ്പോൾ വലിയ തണുപ്പാണ് ഇവിടെ അനുഭവിക്കാൻ കഴിയുന്നത്. അതൊക്കെ തരണം ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഫ്ലൈ ഓവറിൽ കാണുന്ന ഭക്തജനങ്ങൾ ഇവിടേക്ക് എത്തിയത്. 8 മണിക്കൂറിലധികം കാത്തുനിന്ന ശേഷമാണ് ഇപ്പോൾ സന്നിധാനത്തേക്ക് ഭക്തർ എത്തുക. കാരണം നിയന്ത്രണങ്ങളോടെയാണ് പമ്പയിൽ നിന്ന് ഭക്തരെ കടത്തിവിടുന്നത്. അത്രമാത്രം ഭക്തജനങ്ങൾ സന്നിധാനത്തേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് നിരവധി ഭക്തർ ഇത്തരത്തിൽ എത്തുക. എത്തുന്ന പലരും തിരികെ പോകുന്നില്ല എന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം മകരവിളക്കനുബന്ധിച്ച് എത്തുന്നവർ പർണശാലകളൊക്കെ തീർത്ത് ഇവിടെ തന്നെ വിരിവിരിച്ച് ഇവിടെ തന്നെ ഉണ്ടാകുന്ന ഒരു കാഴ്ച നമുക്ക് എല്ലാ വർഷവും കാണുന്നതാണ്. പക്ഷേ ഇത്ര ദിവസങ്ങൾക്ക് മുൻപ് ഇവിടെ ആളുകൾ ഇങ്ങനെ കൂടുന്നത് അത് തിരക്ക് വർദ്ധിക്കാനുള്ള കാരണമാകുമെന്ന് ദേവസ്വം ബോർഡ് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അഭ്യർത്ഥനകൾ മൈക്കിലൂടെ അനൗൺസ്മെന്റുകളായി പുറപ്പെടുവിക്കുന്നുണ്ട്. അതായത് എത്തുന്നവരെല്ലാവരും മടങ്ങി പോകണം എന്ന അഭ്യർത്ഥന അവർ നടത്തുന്നുണ്ട്. നിരവധി ആളുകളെ നമുക്ക് എന്തായാലും ഈ ഫ്ലൈ ഓവറിന്റെ അവസാന പോയിന്റിൽ കാണാൻ കഴിയും. എന്തായാലും എത്ര സമയം കാത്തു നിന്നു എന്ന് അവരോട് തന്നെ ചോദിക്കാം. 16 മണിക്കൂർ കാത്തു നിന്നു എന്നാണ് ഈ പറയുന്നത്. അത്തരത്തിൽ ഈ കാത്തുനിൽപ്പ് തന്നെയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ അവർക്ക് പ്രശ്നമാകുക, പ്രതിസന്ധിയാകുക. എങ്കിലും എത്ര കാത്തു നിൽക്കേണ്ടി വന്നാലും ഏറ്റവും ഒടുവിൽ എത്തുമ്പോൾ ഞങ്ങൾ സന്തുഷ്ടരാണ്, സന്തോഷവാന്മാരാണ്, സന്തോഷവതിയാണ് എന്നൊക്കെ പറയുന്നതാണ് നമുക്ക് ഇവിടെ ഏതായാലും കാണാൻ കഴിയുന്നത്. ചെന്നൈ കണ്ണാസന പമ്പൽ എപ്പോ എത്തിയത്? 6 மணிக்கு வரணும். ஒரே கூட்டம் இருக்கே அங்கே? கூட்டம் சரியான கூட்டமா இருக்கு. ஆமா, டைம்ல அந்த மாதிரி தானே எப்போதும்? ஆமா ஆமா ஆமா. இங்க பக்கத்தே எத்திட்டு ஐயப்பനെ பார்க்கிறதுக்கு ഹാപ്പിയാ? ഹാപ്പി. കാത്തു നിന്ന് പതിയെ എത്തേണ്ടി വന്നാലും ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ് എന്ന് പറയാൻ മടിയില്ലാത്ത, അങ്ങനെ പറയാൻ തോന്നുന്ന തരത്തിലുള്ള ആ ഒരു വികാരമാണ് അയ്യപ്പന്മാരുടെയും മാളികപ്പുറങ്ങളുടെയൊക്കെ മനസ്സിലുള്ളത്. കഴിഞ്ഞ ദിവസം താരതമ്യേന ഭക്തജനങ്ങളുടെ എണ്ണം കുറവായിരുന്നു. 1 ലക്ഷം കടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം. എന്നാൽ ഇന്നലെ മാത്രമാണ് അത് 99,000, അതായത് വളരെ അടുത്താണ്, 99,000-ലധികം ആയി നിൽക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും 1 ലക്ഷം ഭക്തജനങ്ങളെ പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാ സജ്ജീകരണങ്ങളോടും കൂടി ആരൊക്കെ പമ്പയിലെത്തിയാലും അവർക്കെല്ലാവർക്കും സുഗമമായ ദർശനം സാധ്യമാക്കും എന്ന ഉറപ്പാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നുള്ളത്. MS സുജിത്തിനൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, സന്നിധാനം.